കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. രാജ്യത്ത് ഇന്ന് പണിമുടക്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നയങ്ങൾക്കെതിരെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ച പണിമുടക്ക്. അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് 24 മണിക്കൂറാണ്. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ അനുകൂല സംഘടനകൾ പണിമുടക്കിന് പിന്തുണ നൽകുന്നതിനാൽ സംസ്ഥാനത്തെ പണിമുടക്ക് ബാധിക്കാനാണ് സാധ്യത. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം ഒഴിവാക്കുക, കേരളത്തിലെ നെൽകർഷകർക്കുള്ള അധിക ബോണസ് നിർത്താനുള്ള കേന്ദ്ര നീക്കം പിൻവലിക്കുക, ജോലി സ്ഥിരത ഉറപ്പാക്കുക എന്നിങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങളുമായൊക്കെയാണ് പണിമുടക്ക്. കോടതി വാർത്തകളിലേക്ക് വന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിലെ ഹൈക്കോടതി വിധി ഇന്നാണ്. 2-3 കേസുകളിൽ നേരത്തെ ജാമ്യം ലഭിച്ച രാഹുലിന് ആദ്യ കേസിലെ വിധി നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശപ്രകാരം ഇന്ന് സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കും. 3 ദിവസമാണ് ഈ പരിശോധന നീളുക എന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം ഈ കട്ടിളപ്പാളി കേസുണ്ടല്ലോ, അതിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധിയാണ്. കുംഭമാസം 1-ാം തീയതിയാണ് നാളെ. മാസപൂജകൾക്കായി ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കുകയും ചെയ്യും. ലോകവാർത്തകളിലേക്ക് വന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നല്ലോ. അത് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ അറിയാൻ ഉറ്റുനോക്കിയാണ് ലോകം. ഒരു 3 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചർച്ചയാണ്. ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. പക്ഷേ ചർച്ചയിൽ നിർണായകമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. അതിലേക്കൊക്കെ കാര്യമായി തന്നെ വരാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടർന്നു. കേരളത്തിൽ ബന്ദിന് സമാനം. KSRTC, സ്വകാര്യ ബസ്, ഓട്ടോ ടാക്സി ജീവനക്കാർ സമരത്തിൽ. അവശ്യ സർവീസുകളെ ഒഴിവാക്കി. ശബരിമല മാരാമൺ തീർത്ഥാടകരെയും ഒഴിവാക്കി. ഡയസ് നോൺ പ്രഖ്യാപിച്ച് സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നു മുതൽ 3 ദിവസം സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ശ്രീകോവിലിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിക്കും. SITക്കൊപ്പം ലീഗൽ മെട്രോളജിയിലെ സ്വർണ്ണ പരിശോധനാ വിഭാഗവും. കട്ടിളപ്പാളി കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. സസ്പെൻഡ് ചെയ്ത MP-മാരെ തിരിച്ചെടുക്കണമെന്ന് പ്രതിപക്ഷം. എഫ്ഷിൻ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ ഭരണപക്ഷം. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. ഹൈക്കോടതി പരിഗണിക്കുന്നത് ആദ്യ ജാമ്യാപേക്ഷ. ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ ഉപഹർജിയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. തിരുവനന്തപുരം മേയർ VV രാജേഷും ജനപ്രതിനിധി സംഘവും പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മോദിയെ കാണുന്നത് വൈകിട്ട് 4-ന് ഔദ്യോഗിക വസതിയിൽ. രാവിലെ അമിത്ഷായെയും നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാറിനെയും JP നദ്ദയെയും കാണും. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി കടലാസിലൊതുങ്ങുന്നു. വന്യമൃഗ ഭീതിയിൽ നട്ടം തിരിഞ്ഞ് മലപ്പുറം ചാലിയാറിലെ നിരവധി കുടുംബങ്ങൾ. നവീകരണം പദ്ധതി വഴി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ 64 കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരമില്ല. തൃശൂർ മുള്ളൂർക്കര ആറ്റൂരിലെ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമെന്ന് സംശയം. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിൽ ബന്ദിന് സമാനമായ സാഹചര്യമാണ്. KSRTC, സ്വകാര്യ ബസ്, ഓട്ടോ ടാക്സി ജീവനക്കാരടക്കം സമരത്തിലേക്ക് കടന്നത് പൊതുഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമല മാരാമൺ
തീർത്ഥാടകരെയും ഒഴിവാക്കി. അതേസമയം സംസ്ഥാനത്ത് സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്ഘട്ടിൽ നിന്ന് മാർച്ച് നടത്തും. ജന്തർ മന്ദറിൽ 2 മണിക്ക് പ്രതിഷേധ ധർണയും നടത്തും. ദേശീയ പണിമുടക്കിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജിനും ഞങ്ങളുടെ വിവിധ ബ്യൂറോകളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രജിത്തുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് രാകേഷ്, കൊച്ചിയിൽ നിന്ന് കിരൺ, ഇവരിലൊക്കെ വരാം. ആദ്യം രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, ദേശീയ പണിമുടക്ക് തുടരുകയാണ്. 12 മണിക്ക് ആരംഭിച്ചതാണ്, അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക്. തലസ്ഥാനത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വാഹനങ്ങളുണ്ടോ നിരത്തിൽ? മായ 12 മണി മുതൽ രാത്രി 12 മണി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ട്രെയിനുകൾ വരുന്നുണ്ട്, ആളുകളൊക്കെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ വാഹനങ്ങൾ അത് സ്വകാര്യ വാഹനങ്ങളിലാണ് പലരും പോകുന്നത്, അവരുടെ വീടുകളിലേക്ക് പോകാനായിട്ടുള്ള. ബാക്കിയുള്ള ആളുകൾ ഇവിടെ കൂടുതലും ആളുകൾ ചികിത്സാർത്ഥമൊക്കെ എത്തുന്ന ആളുകളുണ്ട്, RCCയിലേക്ക് അടക്കം എത്തുന്ന ആളുകളുണ്ട്. അവർക്ക് ഏത് രീതിയിൽ പോകുമെന്ന ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ സേവാഭാരതിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ, ആംബുലൻസുകൾ അടക്കം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ആൾക്കാർക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകൾക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നിലവിലിപ്പോൾ ഈ KSRTC ഉൾപ്പെടെ ഇവിടെ KSRTC ഉൾപ്പെടെയുള്ളവ സർവീസ് നടത്തുന്നില്ല എന്നത് തന്നെയാണ്. ചെറിയ തോതിൽ ഓട്ടോറിക്ഷകളൊക്കെ ആദ്യ സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ അവരും 7 മണിയോടുകൂടി സർവീസുകൾ നിർത്തിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. രാത്രി എത്തിയ ആളുകൾക്കൊക്കെ സഹായകരമായ രീതിയിൽ ഒരു പക്ഷേ ഓട്ടോറിക്ഷയൊക്കെ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും നിർത്തിവെക്കുകയാണ്. KSRTC ഇതുവരെയും സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. എല്ലാ ബസ്സുകളും ഇന്ന് ഷെഡ്യൂളുകൾ ഉണ്ടെങ്കിലും അവയൊന്നും പുറപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്കടക്കം മാർച്ച് സംഘടിപ്പിക്കും. 10 മണിയോടുകൂടി മ്യൂസിയത്തിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ ഒരു സമരവുമായി തന്നെയാണ് ഇടതുപക്ഷം രംഗത്തേക്ക് എത്തിക്കുന്നത്. ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയാണ്. മണിക്കൂറുകൾ വരും തോറും ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരിക്കും. ട്രെയിനിൽ എത്തിയതിന് ശേഷം ആളുകൾ പലരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിലേക്ക് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എത്തുന്ന ആളുകളാണ് കൂടുതലായും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പലരും സ്വകാര്യ വാഹനങ്ങളൊക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്താണ് വന്നിട്ടുള്ളത്. കാരണം നേരത്തെ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നതിനാൽ തന്നെ അത്തരത്തിലൊരു സാഹചര്യം ആണ് പലരും ചെയ്തിട്ടുള്ളത്. എങ്കിൽ തന്നെയും അല്ലാതെ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തുന്ന സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അല്ലാതെ കടന്നു പോകുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുതന്നെയായാലും പണിമുടക്ക് പൂർണ്ണമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ ഓട്ടോറിക്ഷകളൊക്കെ സർവീസ് നടത്തിയിരുന്നുവെങ്കിൽ അവയും ഇപ്പോൾ സമയം ആകും തോറും അവയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പണിമുടക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ഇടത് സംഘടനകൾ ആണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ KSRTCയിലെയും ഓട്ടോ ടാക്സി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരും പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. അതോടുകൂടി സംസ്ഥാനത്ത് ഒരു ബന്ദിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് തന്നെയാണെങ്കിലും രാവിലെ നേരത്തെ സൂചിപ്പിച്ചതാണ്, പുലർച്ചെ കാലങ്ങളിലൊക്കെ വാഹനങ്ങൾ ഓട്ടോകളൊക്കെ ഒരു സർവീസ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സമയം കഴിയും തോറും അവയും നിർത്തിവെച്ചുകൊണ്ട് ഈ പണിമുടക്കിൻ്റെ ഭാഗമാവുകയാണ് അവരെല്ലാവരും തന്നെ. അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരും മണിക്കൂറുകളിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങും. വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തുതന്നെയായാലും പണിമുടക്ക് അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് വരും മണിക്കൂറുകളിൽ കൃത്യമായി തന്നെ ഉണ്ടാകും. നിലവിലിപ്പോൾ പോലീസിൻ്റെയും സേവാഭാരതിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ആശുപത്രികളിലേക്ക് എത്തുന്ന ആളുകളെ എത്തിക്കുന്നതിനായി ആംബുലൻസ് സർവീസും അതുപോലെ തന്നെ പോലീസിൻ്റെ ബസ് സർവീസും നടത്തുന്നുണ്ട്. രജിത്ത് തുടരുക, ഞാൻ രജിത്തിലേക്ക് വരാം. മധ്യകേരളത്തിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട്. കിരൺ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിൽ ബന്ദിന് സമാനമായൊരു സാഹചര്യമാണല്ലോ. മധ്യകേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? കൊച്ചിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്?
മായ, പുലർച്ചെ മുതൽ ആരംഭിച്ച ബന്ദ് ഈ സമരം അത് ഈ പണിമുടക്ക് അതിൻ്റെ ഇന്ന് രാവിലെയിലേക്ക് എത്തുമ്പോഴത്തേക്കും സമരം പൂർണ്ണമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഗതാഗത തിരക്ക് ഇന്ന് കൊച്ചി നഗരത്തിൽ കാണാൻ സാധിക്കുന്നില്ല. പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ച് തന്നെ മറ്റ് വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങാത്ത ഒരു കാഴ്ചയാണ് ഈ രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കലൂർ ജംഗ്ഷനിലാണ് ഞാനുള്ളത്. ഈ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ തന്നെ ആളുകൾ ജോലിക്ക് മറ്റും പോകാനായിട്ട് രാവിലെ ഇവിടെ എത്തി തമ്പടിച്ച് വാഹനങ്ങൾ കാത്തു നിൽക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൂടുതലും അന്യഭാഷാ തൊഴിലാളികളാണ്. ഈ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ കാത്ത് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ഒരു ഗതാഗത തടസ്സത്തിലേക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കോ കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. പ്രത്യേകിച്ച് ഈ ബസ്സുകളും KSRTC അടക്കമുള്ള സ്വകാര്യ ബസ്സുകളും മറ്റ് KSRTC ഒക്കെ അടക്കം ഒഴിവായിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നഗരത്തിനെ കണക്ടിവിറ്റി അല്ലെങ്കിൽ നഗരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. മെട്രോയുടെ സർവീസ് അത് സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നത് കൊണ്ട് വലിയ ഒരു ഗതാഗത തടസ്സം ഉണ്ടാകുന്നില്ല. കൂടാതെ തന്നെ ഓൺലൈൻ ടാക്സി ആയിട്ടുള്ള യൂബർ അടക്കമുള്ള സൗകര്യങ്ങൾ അതും നഗരത്തിൽ ലഭ്യമാണ്. ഏതായാലും അത്തരത്തിലൊരു തടസ്സങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വാഹനങ്ങൾ കിട്ടാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് നഗരം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകളിൽ തന്നെ അത് ഏത് രീതിയിൽ ഈ പണിമുടക്ക് എത്തരത്തിൽ ആളുകളെ ബാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഇന്ന് CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. 21 കേന്ദ്രങ്ങളിലാണ് എറണാകുളം ജില്ലയിൽ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. അതിൽ CITU ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എളമരം കരീം അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ സമരം തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളിലേക്ക് ജനങ്ങളെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നഗരത്തിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്. മായ. ശരി കിരൺ, കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടാം. ഞാൻ രാകേഷിലേക്കൊന്ന് പോവുകയാണ്. രാകേഷ്, വടക്കൻ കേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? മായ, വടക്കൻ കേരളത്തിൽ ഇതേപോലെ തന്നെ ദേശീയ പണിമുടക്ക് കാര്യമായി തന്നെ ബാധിച്ചു എന്ന് പറയാം. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. മറ്റ് സർവീസുകളൊന്നും തന്നെ ഇതുവരെയും നടത്തുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 10ഓളം പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമായ ക്യാമ്പയിനാണ് നടത്തിയിട്ടുള്ളത്. ആ ക്യാമ്പയിനിൻ്റെ ഭാഗമായി തന്നെ നിർബന്ധപൂർവം ആരെയും തടയുന്ന സാഹചര്യമല്ല, നേരെ മറിച്ച് ദേശീയ പണിമുടക്ക് ഒരു ബന്ദിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഒപ്പം തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 10ഓളം ട്രേഡ് യൂണിയനുകൾ ഇത്തരമൊരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പണിമുടക്കിൻ്റെ ഭാഗമായി തന്നെ നിരവധി ഏരിയ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ നഗരം കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെ ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ നടത്തുന്നത് ആഴ്ചകളായി തുടരുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പയിൻ്റെ തുടർച്ചയായി തന്നെ ഈ ദേശീയ പണിമുടക്കിന് പൊതുജനങ്ങളിലേക്കും അത്രമാത്രം ശ്രദ്ധ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അവശ്യ സർവീസുകളെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്. സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം അവധിയെടുക്കുന്ന ആളുകൾക്ക് ശമ്പളം ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടെയുണ്ട്. ഏതായാലും ദേശീയ പണിമുടക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് സാധാരണ ജീവിതത്തെ, പൊതുഗതാഗതത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിലാണ് അറിയാനാവുക. ഇതുവരെയും കോഴിക്കോടോ അല്ലെങ്കിൽ മലബാറിലോ ഒന്നും തന്നെ വലിയ അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു നിർബന്ധപൂർവ്വം ആരെയും തടയുന്നൊരു സാഹചര്യമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും വരും മണിക്കൂറുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും പൊതുജനം ഒപ്പം തന്നെ പൊതുഗതാഗതത്തെ ഇതൊക്കെ ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാനാകും. മായ. ശരി രാകേഷ്, തുടരുക. ഞാൻ വരാം രാകേഷിലേക്ക്. ലിജിനിലേക്കൊന്ന് പോവുകയാണ്. ലിജിൻ, 24 മണിക്കൂർ പണിമുടക്ക്, രാജ്യം പണിമുടക്കിൽ നേരിടുകയാണ്. ഇപ്പോൾ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക്, ഈ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണ്? മുൻപും ഇവർ ആവർത്തിച്ച കാര്യങ്ങൾ, പറഞ്ഞിരുന്ന ആ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണോ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്?
മായ, എന്തായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 10ഓളം വരുന്ന ട്രേഡ് യൂണിയനുകളും അതോടൊപ്പം തന്നെ കർഷക മോർച്ച, കർഷക തൊഴിലാളി യൂണിയൻ അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രാജ്യമെമ്പാടും ഇപ്പോൾ ദേശീയ പണിമുടക്ക് നടത്തുന്നത്. ഇപ്പോൾ എന്തായാലും പണിമുടക്ക് പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ട ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ലേബർ കോഡിൽ കർഷക വിരുദ്ധ നയങ്ങളാണ് ഉള്ളത് എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വലിയ വിവാദമായ അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനിടയായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തിരികെ കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം കൂടി ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പൂർണ്ണമായിട്ടും പിൻവലിക്കണം എന്നുള്ള ആവശ്യം വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യവൽക്കരിക്കുന്ന ശാന്തി ബിൽ 2025 പിൻവലിക്കുക, പൊതുമേഖല ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. മറ്റൊന്ന്, ഈ ഇന്ത്യ-US വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിൽ ഈ കർഷകർക്കുണ്ടാകുന്ന ആശങ്ക അതൊക്കെ തന്നെ പിൻവലിക്കണം പൂർണ്ണമായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ലോക്സഭയിലടക്കം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയം കൃത്യമായി ഉന്നയിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ പണിമുടക്ക് ഇന്നെന്തായാലും നടക്കുക. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ 10:30ഓടെയാണ് ഈ രാജ്ഘട്ടിൽ നിന്ന് വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇതിൽ കർഷക സംഘടനകളുണ്ട്, കർഷക നേതാക്കളൊക്കെ തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ ഏകദേശം ആയിരക്കണക്കിന് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ കർഷകർ പങ്കെടുക്കുന്ന വലിയ ഒരു യോഗം, പൊതുയോഗവും നടക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഈ നേതാക്കൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഏകദേശം രാജ്യത്ത് തന്നെ 30 കോടിയോളം തൊഴിലാളികൾ ഈ സമരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിൽ ദേശീയ പണിമുടക്കത്തിൻ്റെ ഭാഗമാക്കാകും എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ദേശീയ പണിമുടക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും ഇതിനെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപം ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് പല വിഷയങ്ങളിലുമുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ്, ബീഹാർ, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ആശങ്ക കർഷകർക്കുണ്ട്. ഇതൊക്കെ തന്നെ ദൂരീകരിക്കേണ്ടത് അത് അനിവാര്യമാണ് എന്നുള്ള ആവശ്യങ്ങൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഒടുവിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ-US വാണിജ്യ കരാർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവ്യക്തത നേൽക്കണം. അതിൽ ഈ തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങളുണ്ട് എങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. നേരത്തെ കേരളത്തിൻ്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ റിപ്പോർട്ടർമാർ നമ്മോട് വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധ മാർച്ച്, അതോടൊപ്പം തന്നെ പ്രതിഷേധ യോഗങ്ങളുമൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കേന്ദ്രത്തിൻ്റെ ഈ ഒരു തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കും. അല്ലെങ്കിൽ ഇന്ന് മാത്രമല്ല, അതിനിയും തുടരുമെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഇന്നത്തെ ഈ ദേശീയ പണിമുടക്കിൽ നൽകുന്നുണ്ട്. എന്തായാലും വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കർണാടകയിൽ ഈ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അവിടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലൊക്കെ തന്നെ ഇത് കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുമായ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശപ്രകാരം ഇന്ന് സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങും. ശ്രീകോവിലിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്വർണം വിശദമായി പരിശോധിച്ച ശേഷം സാമ്പിൾ ശേഖരിക്കും. 3 ദിവസം നീളുന്ന പരിശോധനയിൽ SITക്കൊപ്പം ലീഗൽ മെട്രോളജി ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും ഉണ്ടാവും. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, സന്നിധാനത്ത് ഇന്നു മുതൽ 3 ദിവസം അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയാണ്. എപ്പോഴാണ് പരിശോധന ആരംഭിക്കുക? നാളെ കുംഭമാസം 1-ാം തീയതിയാണ്. ഇന്ന് വൈകിട്ട് നട തുറക്കുക കൂടിയാണ്. ഭക്തജന തിരക്ക് കൂടി ഉണ്ടാവും. എങ്ങനെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സന്നിധാനത്ത്? അതേമായ ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കുന്ന ദിവസമാണ്. മാത്രമല്ല നാളെ കുംഭം 1 അതിൻ്റെ തിരക്കുണ്ട്. ഇതിനിടയിലാണ് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അനുമതിയോടെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ പരിശോധന നടത്തുന്നത്. ശബരിമലയിലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള എല്ലാ സ്വർണ്ണപ്പാളികളിലും വിശദമായ പരിശോധന നടത്താനാണ് ഈ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഈ ദ്വാരപാലക ശില്പത്തിലെയും അതുപോലെ വശത്തെ ചില സ്വർണ്ണപ്പാളികളിലെയും സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഈ സ്വർണത്തിലെ അളവ് സംബന്ധിച്ചും ഇതിലെ കാലപ്പഴക്കം സംബന്ധിച്ചും മാത്രമല്ല ഇതിലെ സ്വർണം ഈ പാളികൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടോ അറിയാവുന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയാണ് നടക്കുക. ഈ SIT സംഘത്തോടൊപ്പം ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഈ എടുക്കുന്ന സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുക,
ആണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല ഇതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ സാമ്പിളുകൾ പിന്നീട് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കുന്നുണ്ട്. ഇവിടെ നിന്നും ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ വാങ്ങി കോടതിയിൽ നൽകാനാണ് SITയുടെ തീരുമാനം. ഇതിൽ ഈ മൊഴികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് അടക്കം മൊഴികൾ എടുത്തിട്ടുണ്ടെങ്കിലും വിശദമായ കേസ് കൂടുതൽ വ്യക്തതയോടെ നിലനിൽക്കണമെങ്കിൽ ഇതിൽ ശാസ്ത്രീയമായ തെളിവുകളടക്കം ആവശ്യമാണ്. ഈ സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് പൂർണ്ണമായി മാറ്റിയിട്ടില്ല എന്നൊരു അനുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. മാത്രമല്ല ഇവരുടെ മൊഴികളിലൊന്നും ഇത്തരത്തിൽ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് എന്നില്ല. ഇതിലെ സ്വർണം വേർതിരിച്ചെടുത്ത് പിന്നീട് പൂശി എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതിലൊക്കെ കൃത്യമായ ഒരു വിവരം ശേഖരിക്കുകയാണ് SITയുടെ ലക്ഷ്യം. എന്തായാലും ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തുന്ന സംഘം ഇന്നും നാളെയും മറ്റന്നാളിലുമായി 3 ദിവസത്തോളം ഈ സന്നിധാനത്ത് തങ്ങി ഇവിടെ വിശദമായ പരിശോധന നടത്താനാണ് ആലോചിക്കുന്നത്. ഈ കുംഭമാസ പൂജകൾക്കായി നട തുറക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തിരക്കും ഈ സന്നിധാനത്തുണ്ടാകും. മായ കണ്ണൻദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സന്നിധാനത്ത് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന ആരംഭിക്കുകയാണ്. സ്വർണ്ണക്കവർച്ച കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നടക്കുക. ശ്രീകോവിലിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സ്വർണം വിശദമായി പരിശോധിച്ച ശേഷം സാമ്പിൾ ശേഖരിക്കാനാണ് തീരുമാനം. 3 ദിവസം നീളുന്ന പരിശോധനയിൽ SITക്കൊപ്പം ലീഗൽ മെട്രോളജി, ഗോൾഡ് അസസ്മെൻറ്റ് വിഭാഗവും ഉണ്ടാവും. കണ്ണൻദേവ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ശേഷം 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. കുംഭമാസം 1-ാം തീയതിയായ ഫെബ്രുവരി 13-ന് രാവിലെ 5 മണിക്കാണ് ദർശനത്തിനായി നട തുറക്കുക. കുംഭമാസം 1 മുതൽ ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജ ഉണ്ടായിരിക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ഫെബ്രുവരി 17-ന് രാത്രി 10 മണിക്ക് ശബരിമല നട അടയ്ക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് ബൈജു അപേക്ഷ നൽകിയിരിക്കുന്നത്. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ ബോർഡ് അംഗം ശങ്കർദാസിന്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടാനാണ് സാധ്യത കാണുന്നത്. തിരുവാഭരണം മുൻ കമ്മീഷണറായിരുന്ന KS ബൈജു ആദ്യമായി അറസ്റ്റിലായത് കട്ടിളപ്പാളി കേസിലാണ്. റിമാൻഡിൽ കഴിഞ്ഞ് 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഹർജിയിലെ വാദം പൂർത്തിയായിരുന്നു. ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് ബൈജു സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായത്. എന്നാൽ സന്നിധാനത്ത് സ്ഥിര ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല എന്നും ആറന്മുളയിലെ ഓഫീസിലായിരുന്നു സേവനമെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. സ്വർണ്ണ കവർച്ചയുമായി ബന്ധമില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടത് പരിഗണിച്ച് കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക കേസിൽ ഈ മാസം 25-നാണ് ജാമ്യഹർജി സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഉടൻ ജയിൽ മോചനം ലഭിക്കില്ല. ഇതിനിടെ കേസിൽ അറസ്റ്റിലായിരുന്ന ദേവസ്വം മുൻ പ്രസിഡന്റ് N വാസു കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായിരുന്നു. ഇതോടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5 പേർ ഇതിനോടകം ജാമ്യത്തിൽ പുറത്തിറങ്ങി. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് വീണ്ടും നീട്ടും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കില്ല. അമൃത ന്യൂസ്, കൊല്ലം. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യത. സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരെ തിരിച്ചെടുക്കണം എന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം രാഹുൽ ഗാന്ധിക്ക് എതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നു. രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് മറുപടി നൽകും. ഡൽഹി പ്രവാസ് നൈപുണ്യ വികസന പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിലെത്തിയ തിരുവനന്തപുരം മേയർ VV രാജേഷും ജനപ്രതിനിധി സംഘവും ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണി മുതൽ 2 മണിക്കൂറാണ് സംഘം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക. മോദിയുടെ ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച. രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാറിനെയും JP നദ്ദയെയും കാണും. ഉച്ചയ്ക്ക് പാർലമെന്റും സന്ദർശിക്കും.
നാളെ രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെയും മറ്റ് ദേശീയ നേതാക്കളെയും കണ്ടാണ് സംഘം മടങ്ങുക. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 115 ജനപ്രതിനിധികളാണ് സംഘത്തിലുള്ളത്. തിരുവനന്തപുരം മേയർ PV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വൻ വരവേൽപ്പാണ് ഇന്നലെ ഡൽഹിയിൽ ഒരുക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വിലയിരുത്തിയിരുന്നു. വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. എന്നാൽ നഗ്നദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്ന് കോടതി പറഞ്ഞു. 2-3 കേസുകളിൽ നേരത്തെ ജാമ്യം ലഭിച്ച രാഹുലിന് ആദ്യ കേസിലെ വിധി നിർണായകമാണ്. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി കടലാസിലൊതുങ്ങുമ്പോൾ വന്യമൃഗ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മലപ്പുറം ചാലിയാറിലെ നിരവധി കുടുംബങ്ങൾ. നവകിരണം പുനരധിവാസ പദ്ധതി വഴി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ ചാലിയാർ പഞ്ചായത്തിലെ 64 കുടുംബങ്ങളാണ് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ഏറ്റവും വലിയ വിഷയം ആനശല്യമാണ്. രാത്രി ബാത്റൂം പോകാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഇവിടെ ആനശല്യം ഭയങ്കരമാണ്. ജീവികളെ കണ്ടോ ഓടി അകത്ത് കയറും. ചാലിയാർ പഞ്ചായത്തിലെ തണ്ണിപ്പൊയിൽ, പന്നിയങ്ങാട്, വടക്കേ പെരിമുണ്ട, പൊക്കോട്, ചരിയംകുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളാണ് വന്യമൃഗ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനായി 2021 നവഗ്രഹണം പദ്ധതിയിൽ അപേക്ഷ നൽകിയത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഇവരുടെ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ആദ്യം അപേക്ഷ നൽകിയവരിൽ 75 പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തെങ്കിലും 64 കുടുംബങ്ങൾ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചെങ്കിലും നടപടികൾ പുരോഗമിക്കുന്നു എന്ന വനം വകുപ്പിന്റെ അറിയിപ്പ് മാത്രമാണ് വർഷങ്ങളായി ഇവർക്ക് ലഭിക്കുന്നത്. ഏതു നിമിഷവും വന്യമൃഗങ്ങൾ ആക്രമിക്കാമെന്ന ഭീതിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. വന്യമൃഗശല്യം കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇനി പണിക്ക് പോകണം ഞാനടക്കമുള്ള ആളുകൾക്കാണെങ്കിൽ പകൽ പോയാൽ തന്നെ രാത്രി എങ്ങനെ തിരിച്ചു വരും എന്നുള്ള പേടിയാണ്. രാത്രി 6 മണി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ വണ്ടി പോകുന്ന ആ വഴി ആണെങ്കിലും ഇപ്പം നമ്മളെ ഏരിയ ആണത്, ആ ഭാഗത്താണെങ്കിലും കാട്ടാനശല്യം ഉള്ളതാണ്. 6 മണിക്ക് ശേഷം ഒരാൾക്ക് ഇവിടുന്ന് പുറത്ത് കയറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരും ഇങ്ങോട്ട് വരില്ല. ഈ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരാൾ സുഖമില്ലാതെ അവിടെ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചാവുകയുള്ളൂ. കാരണം വണ്ടിക്കാർ വരില്ല. അപ്പോൾ നമ്മൾ പോകുന്ന അത്രയും 1-2 കിലോമീറ്റർ ദൂരം നമ്മൾ ഏറ്റി പോകണ്ടേ, എന്നിട്ടല്ലേ ഒരു ആശുപത്രിക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. വിവാഹം, ചികിത്സ തുടങ്ങി ആവശ്യങ്ങൾക്കായി അടിയന്തര ഘട്ടങ്ങളിൽ ഭൂമി പണയപ്പെടുത്തി ഒരു വായ്പ എടുക്കാൻ പോലും സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ ഇവർക്ക് കഴിയുന്നില്ല. പിന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കാന്നുള്ളത് പദ്ധതി വന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥലം വിൽക്കാനും പറ്റില്ല, ഒരു ലോണ് കിട്ടുമല്ല. കല്യാണമായാലും പിന്നെ കുട്ടികളെ കെട്ടിക്കലായാലും പിന്നെ എന്തൊരു കാര്യത്തിനും, ഒരു വീട് വെക്കാനാണോ ഒന്നിനും കൊടുത്താൽ പിന്നെ ലോണ് കിട്ടില്ല. മാത്രമല്ല നഷ്ടത്തിന് ആനുപാതികമല്ല സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരം എന്നതും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു. നഷ്ടപ്പെടുന്നത് 2 സെന്റ് ഭൂമിയായാലും 2 ഏക്കർ ഭൂമിയായാലും നഷ്ടപരിഹാരം 15 ലക്ഷം മാത്രമാണ്. കൂടാതെ വന്യമൃഗശല്യം കാരണം ആശ്രിതരുടെ വീടുകളിലേക്ക് താമസം മാറിപ്പോയവർക്കും നഷ്ടപരിഹാരം നൽകാത്തതും പ്രതിസന്ധിയാകുന്നു. വർഷക്കാലമായാൽ വനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാകും. എത്രയും പെട്ടെന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കി ഭയമില്ലാതെ ജീവിക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. തൃശൂർ ചേലക്കരയിൽ പുലിയുടെ സാന്നിധ്യമെന്ന് സംശയം. ഉള്ളൂർക്കര ആറ്റൂരിൽ ജനവാസ മേഖലയിലാണ് പുലിയുടേതാണെന്ന് സംശയിക്കുന്ന ദൃശ്യം CCTV ക്യാമറയിൽ പതിച്ചത്. വാഴക്കോട് സംസ്ഥാന പാതയിൽ നിന്നും 200 മീറ്റർ അകലെ അസുരംകുണ്ട് ഡാം റോഡിൽ നൌഷാദ് എന്ന വ്യക്തിയുടെ വീടിന് സമീപത്താണ് പുലിയെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടത്. അതേസമയം പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥലം സന്ദർശിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. അമേരിക്ക മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വയ്ക്കണമെന്ന് നെതന്യാഹു ചർച്ചയിൽ ആവർത്തിച്ചു. ഒക്ടോബറിൽ നടപ്പാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു. വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രയേൽ നിയന്ത്രണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ചർച്ച നടന്നത്. ഗാസയിൽ സാങ്കേതിക സമിതിയെയും ഭരണസമിതിയെയും നിയമിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സമാധാനത്തിനായുള്ള സമാധാന സമിതിയിൽ അംഗമായി നെതന്യാഹു ഒപ്പുവെച്ചു. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. BJPക്ക് ജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മത്സരിച്ച് അവിടെ പാർട്ടിക്ക് വോട്ട് വർദ്ധിപ്പിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് നടനും സംവിധായകനുമായ മേജർ രവി പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയോട് പ്രതികരിക്കുകയായിരുന്നു മേജർ രവി. ജയിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ തന്റെ സ്വാധീനം ഉപയോഗിച്ച് നേടിയെടുക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ രാജിവെച്ച് ഒഴിയുമെന്നും മേജർ രവി അമൃത ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു പേരാണ് നടനും സംവിധായകനുമായിട്ടുള്ള മേജർ രവിയുടേത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. സാർ നമസ്കാരം. വീണ്ടും ഇപ്പോൾ സാറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് BJPയുടെ ഒരു പട്ടികയിൽ സാർ ഇത്തവണയും ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭ എന്ന് പറഞ്ഞ് ഞാൻ ബാക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ എറണാകുളത്ത് നിൽക്കാനായിരുന്നു. അതിന് മുമ്പ് പാലക്കാട് കേട്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു 15 ദിവസം മാത്രം ബാലൻസ് ഉള്ള സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശാരീരികമായിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആ വെയിലത്ത് കിടന്ന് ഓടിയിട്ട് ഈ 15 ദിവസം കൊണ്ട് എന്ത് നേടാൻ എന്നുള്ളത്. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ആ ജനങ്ങളെ കൺവിൻസ് ചെയ്ത് ഞാനെന്ന വ്യക്തി എന്താണ് എന്നെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരം, അല്ല എൻ്റെ ഉപകാരമല്ല. ഞാൻ ഇപ്പോൾ MLA ആയി അല്ലെങ്കിൽ MP ആയി പോയി കഴിഞ്ഞിട്ട് എനിക്കുള്ള ഉപകാരത്തിനല്ല ഞാൻ നിൽക്കുന്നു. ബിക്കോസ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹി വരയ്ക്ക് എത്തിച്ച് ഞാൻ എസ്കേപ്പ് ആയത്. പക്ഷേ ഇപ്രാവശ്യം പേരുകൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്, പലയിടത്തും വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ സമയം കിട്ടുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 2 months ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും പോയിട്ട് വർക്ക് ചെയ്ത് ഒരു 10 വോട്ടെങ്കിലും ഞാൻ കൂടുതൽ പിടിച്ചില്ലെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുന്നതിനേക്കാൾ പിടിച്ചില്ലെങ്കിൽ, അതുപോലെ ചില വാഗ്ദാനങ്ങൾ നമ്മൾ എന്താണ് ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ല കഴിഞ്ഞ MLA എന്ത് ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിക്കാരെന്ത് ചെയ്തു ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധേഡല്ല. ഞാനെന്ന വ്യക്തി ഒരു MLA ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ BJPയാണ് ഭരിക്കുന്നത്. അപ്പം ഞാൻ ജയിച്ചു പോയി കഴിഞ്ഞാൽ അത് സെൻട്രലിൽ എനിക്ക് എന്തും ഡിമാൻഡ് ചെയ്യാൻ പറ്റും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ട്. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ ഞാൻ വാക്ക് കൊടുക്കുന്നത് എനിക്ക് ചെയ്യിപ്പിക്കാൻ, സെൻട്രലിൽ നിന്ന് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് അവിടെ ഉണ്ടാവും. ഒരു MLA ജയിച്ചു വന്നിട്ടുള്ളതാണ്. അവിടെ ഇതും കൂടി ഞാൻ ചങ്കൂരത്തിൽ നിന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് സെൻട്രൽ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ രാജിവെക്കാനും കൂടെ ഒരു മടിയും കാണിക്കില്ല. കാരണം ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ട് എന്നെ കൂടെ സാധിക്കുന്നില്ലെങ്കിൽ ഇതും കൂടെ പ്രോമിസ് ചെയ്തിട്ടായിരിക്കും ഞാൻ കളത്തിൽ ഇറങ്ങുന്നത്. സാറിൻ്റെ പേരുകൾ ഇപ്പോൾ ഏതൊക്കെ മണ്ഡലത്തിലാണ് ഇങ്ങനെ ഒരു പരിഗണന? ചിലപ്പോൾ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഞാൻ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ പലയിടത്തും ഞാൻ കേട്ട് തൃപ്പൂണിത്തുറ കേൾക്കും, അപ്പോഴും ഞാൻ പറയും ഒന്നും മിണ്ടില്ല. പാലക്കാട് കേൾക്കും, ഞാൻ പറയില്ല. അവിടെ ഞാൻ പറയും നല്ല നല്ല പിള്ളേരവിടെ ഉണ്ട്, അവരെ പിടിച്ചു നിർത്തും. അപ്പം ഞാൻ നോക്കുന്നത് എന്താ വെച്ചെങ്കിൽ നിങ്ങൾ ആർക്കും വേണ്ടാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അവിടെയാണ് എൻ്റെ കഴിവെന്നുള്ളത്. തൃപ്പൂണിത്തുറ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പേരാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി വരെ BJP പിടിച്ചു നിൽക്കുന്നു. വലിയൊരു പ്രതീക്ഷ BJPക്ക് ഉണ്ട്. സ്വാഭാവികം കഴിഞ്ഞ വർഷം അത്തരത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ താങ്കൾക്കത് പാർട്ടി തന്നെ തരാൻ തയ്യാറായാൽ? ഇല്ല, ഞാൻ നോക്കുന്നപ്പം നിങ്ങൾ ഈ MLA സ്ഥാനം വേണമെന്നും പറഞ്ഞിട്ട് എനിക്ക് ഈ സ്ഥലം വേണമെന്ന് ഞാൻ പറയില്ല. കാരണം ആ സ്ഥലം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വാർത്ഥനാണ്. എനിക്കവിടെ ജയിക്കാൻ പറ്റും എന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഞാൻ ജയിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ എവിടെ വേണമെങ്കിലും നിർത്തിക്കോ. അവിടെ ഞാനൊരു മാറ്റം വരുത്താൻ പറ്റുവാണെങ്കിൽ അവിടെയാണ് ഞാനെന്നുള്ള വ്യക്തി പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് വരാൻ പറ്റുന്നത്. അതുപോലെ ജനങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ഈസി ആയിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾ തന്നിട്ട് എന്നെ
ഇതാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ പറഞ്ഞാലും ഞാൻ നിൽക്കാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞാൽ അവിടെ നല്ല ആൾക്കാരുണ്ട്, അവിടെ ജനകീയരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കൂ എന്നുള്ളതാണ് ഞാൻ പാർട്ടിയോടും പറഞ്ഞിരിക്കുന്നത്. അവരെ പോയിട്ട് അപ്സെറ്റ് ചെയ്യില്ല, കാരണം അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ യെസ്, ഐ ട്രൈ ഇറ്റ് ഔട്ട്. സ്വാഭാവികമായിട്ട് പാർട്ടിയെ വളർത്തുന്നതോടൊപ്പം തന്നെ വലിയൊരു വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ. കാരണം നമ്മൾ പാർട്ടിയെ വളർത്തുക, നമ്മൾ ഇന്ന് ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം സ്വാർത്ഥരായിട്ടുള്ള കുറേണത്തിന് നമ്മൾ ഓപ്പോസിഷൻ പാർട്ടിയിൽ ഇപ്പം എന്താണ് ഇപ്പം ലോക്സഭയിലൊക്കെ നടക്കുന്നത്? ഒരു പേപ്പർ ചുരുട്ടി പേപ്പറും പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഓപ്പോസിഷൻ ലീഡർ നിന്നിട്ട് ആ പാർലമെൻറ്റിൽ കാണിക്കുന്ന എന്തൊക്കെയാണ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റിന് നിരക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും സ്പീക്കർ അടക്കം പറയുന്നുണ്ട്. ദിസ് ഇസ് അൺഎത്തിക്കൽ ടു ദ പാർലമെൻറ്റ്, ഡോണ്ട് ഡു ലൈക്ക് ദിസ്, ഡോണ്ട് ഡു ദാറ്റ്. ഇതൊന്നും മാനിക്കാത്തൊരു രീതിയിൽ നമ്മുടെ ഈ ഒരു ഭരണഘടന പോകുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ഭരണഘടനയ്ക്കകത്ത് എഴുതിയിട്ടുള്ളത് എന്താണെന്നുള്ളത് ഫോളോ ചെയ്യാൻ പറ്റാത്ത രാഷ്ട്രീയക്കാർ അവർ രാഷ്ട്രീയത്തിൽ നിൽക്കരുത്. ദാറ്റ് മീൻസ് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനാണ്. ഞാനെന്ന വ്യക്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രതിനിധി. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് പലതും പ്രോമിസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മളൊരു ടൈം ഫ്രെയിം കൊടുക്കണം. ഞാൻ ആ ഒരു സംഭവം ഞാൻ ഫോളോ ചെയ്യും. എന്നെ നിർത്തുകയാണെങ്കിൽ ഞാൻ അവിടെ ഫോളോ ചെയ്ത് ഈ വാക്ക് എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് അപ്പം ഞാൻ റിസൈൻ ചെയ്യാമല്ലോ. എനിക്ക് എൻ്റെ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഞാനിതെല്ലാം കഴിഞ്ഞ് ജനങ്ങൾക്ക് വാക്കും കൊടുത്ത് വന്നിട്ട് ആ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ എന്താ വേണ്ടത്? എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന റോഡ്, ഇതല്ലെങ്കിൽ ഇന്നത്, ഞാൻ ഒരു ആസ്പത്രി അവിടെ വേണം, ഇതൊക്കെ ഞാൻ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ കാര്യങ്ങളാണ്. അതുപോലും എനിക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്ത് വിട്ടു പോയിരിക്കുക. അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ. കാരണം എനിക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. എന്തെങ്കിലും മരിക്കുന്നവർക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായിരിക്കും. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും അദ്ദേഹം ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പരിഗണിച്ചാൽ പോലും തനിക്ക് ജയസാധ്യത ഒട്ടുമില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ ജയിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരു നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ കഴിയണമെന്നുള്ളൊരു കാര്യമാണ് ഏതായാലും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മേജർ രവി പ്രതികരിച്ചത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. മറ്റു വാർത്തകളിലേക്ക്. അസാമാന്യ ഓർമ്മശക്തി കൊണ്ട് നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പുലാമന്തോളിലെ 5 വയസ്സുകാരനായ മെഹൻ താനെ. പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് അടയാളപ്പെടുത്തിയാണ് മെഹൻ താനെ നേട്ടം കൈവരിച്ചത്. പലരും അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന പ്രായത്തിലാണ് മെഹൻ തനൈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പൊതുവിജ്ഞാന വിഭാഗത്തിലാണ് മെഹൻ നേട്ടം കൈവരിച്ചത്. ലോകരാജ്യങ്ങളുടെ പതാക മുതൽ വൻകരകളുടെ പ്രത്യേകതകൾ വരെ 5 വയസ്സുകാരനായ മെഹന് മനഃപ്പാഠമാണ്. ലബനാൻ, തായ്വാൻ, അൽബേനിയ, സൗത്ത് കൊറിയ, ഫിൻലാൻഡ്, UAE, ഗ്രീസ്, പരാഗ്വേ, ശ്രീലങ്ക, ഇന്ത്യ. പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട 97 ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയ മെഹൻ 23 സംസ്ഥാനങ്ങളും ലോകത്തിലെ 18 പ്രമുഖ രാജ്യങ്ങളും മാപ്പിലൂടെ തിരിച്ചറിഞ്ഞു. ഓസ്ട്രേലിയ, ഗുജറാത്ത്, ഉക്രൈൻ, പോളണ്ട്, മഹാരാഷ്ട്ര, ആന്ധ്ര. കൂടാതെ 7 വൻകരകളും ലോകരാഷ്ട്രങ്ങളുടെ 145 പതാകകളും ചിത്രങ്ങളിലൂടെയും മാതൃകളിലൂടെയും ഈ കൊച്ചുമിടുക്കൻ തിരിച്ചറിഞ്ഞു. പുലാമന്തോളിലെ മിൽമ ഏജന്റായ ഇറക്കുത്ത് മണികണ്ഠന്റെയും വിളയൂർ ചിറക്കൽ സരിതയുടെയും മകനാണ് മെഹൻ. കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ തന്നെയാണ് വേണ്ട പ്രോത്സാഹനം നൽകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അത് ഒരു ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുമ്പോഴും അതന്നെ ഉത്തരങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും കുറച്ച് PSC ക്വസ്റ്റ്യൻസും USSന്റെ ക്വസ്റ്റ്യൻസൊക്കെ അത് സംഘടിപ്പിച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് പറയുന്നുണ്ട്. 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവന് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതിന് പഠിക്കേണ്ട കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കൂളിൽ നമ്മളങ്ങനെ നിർബന്ധിക്കൊന്നും വേണ്ട. വന്നു കഴിഞ്ഞാൽ അവന് ചെയ്യാനുള്ളതാവും. അത് നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അത് അവന്റെ കാര്യങ്ങൾ അവന് ക്ലിയർ ആവണം. കൊപ്പം പ്രഭാപുരം ഇറാം അക്കാഡമിയിലെ UKG വിദ്യാർത്ഥിയാണ് മെഹൻ തനൈ. അമൃത ന്യൂസ്, മലപ്പുറം. വാക്കുകൾ മൗനമാകുന്നിടത്ത് ഹൃദയപിടിപ്പുകൾ സംവദിക്കുന്ന നിമിഷം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം പ്രിയപ്പെട്ടവരുടെ കൈകൾക്കുള്ളിലാണെന്ന് തിരിച്ചറിയുന്ന വാലന്റൈൻസ് വാരത്തിലെ സുന്ദരമായ ദിനം. അതാണ് ഹഗ് ഡേ. പൊള്ളയായ വാക്കുകളല്ല, മറിച്ച് ഹൃദയത്തിൽ തൊട്ടുള്ള സത്യങ്ങളാണ് ഓരോ ഹഗ് ഡേയും ആവശ്യപ്പെടുന്നത്.
ചിലപ്പോഴൊക്കെ വാക്കുകളേക്കാൾ ആശ്വാസം നൽകുന്നത് പ്രിയപ്പെട്ടവരുടെ ഒരു ചേർത്തുപിടിക്കലാണ്. പറയാതെ ബാക്കി വെച്ച പ്രണയവും കരുതലുമാണ് ഓരോ ആലിംഗനത്തിലും ഒളിഞ്ഞിരിക്കുന്നത്. വാലന്റൈൻസ് വാരത്തിലെ ഈ 6-ാം ദിവസം ആത്മാക്കൾ തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കുന്ന മാന്ത്രികതയുടേതാണ്. തളർന്നു പോകുമ്പോൾ തണലായും സങ്കടങ്ങളിൽ സാന്ത്വനമായും മാറുന്ന ആ ഒരു നിമിഷം മതി ഏത് വലിയ മുറിവിനെയും ഉണക്കാൻ. പ്രിയപ്പെട്ടവരുടെ തോളിൽ തലചായ്ക്കുമ്പോൾ ലഭിക്കുന്ന ആ സമാധാനം മറ്റേതൊരു സമ്മാനത്തെക്കാളും അമൂല്യമാണ്. ഒരു ചെറിയ ചേർത്തുപിടിക്കലിലൂടെ നീ എൻ്റേതാണ് എന്ന് ഹൃദയം കൊണ്ട് ഉറപ്പു നൽകുന്ന നിമിഷം. പൊള്ളയായ വാക്കുകളല്ല, മറിച്ച് ഹൃദയത്തിൽ തൊട്ടുള്ള സത്യങ്ങളാണ് ഓരോ ഹഗ് ഡേയും ആവശ്യപ്പെടുന്നത്. ഏകാന്തതയുടെ തണുപ്പിൽ നിന്നും സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടു പോകുന്ന മനോഹരമായ കവിതയാണ് ഓരോ ആലിംഗനവും. മനസ്സുകൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ ഒരു ഹൃദയമിടിപ്പിൻ്റെ അകലത്തിലേക്കുള്ള ഈ ചേർത്തുപിടിക്കലിന് സാധിക്കും. ഈ ദിവസം കേവലം ഒരു സ്പർശനത്തിലൊതുങ്ങാതെ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന വാഗ്ദാനമായി മാറട്ടെ. ആ സ്നേഹച്ചൂടിൽ ലോകം കൂടുതൽ മനോഹരമാകട്ടെ. ന്യൂസ് ഡെസ്ക് അമൃത TV. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ദിലീപ് പറയുന്നതെന്നാണ് കേൾക്കാം. നേരിയ നേട്ടത്തിലായിരിക്കും ഇന്നും വ്യാപാരം തുടങ്ങുക. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗത്തിൽ കഴിഞ്ഞ ദിവസം വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടർന്നു. ഏതാണ്ട് 4 ദിവസം തുടർച്ചയായി വിപണിയിൽ നിക്ഷേപ താല്പര്യമായിരുന്നു. മുൻനിര ഓഹരി സൂചികളൊപ്പം തന്നെ രണ്ടാം നിര ചെറുകിട ഓഹരികളിലും സമാനമായ രീതിയിൽ ഒരു നിക്ഷേപ താല്പര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ കണ്ടിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടൈറ്റാൻ, മഹീന്ദ്ര തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങളാണ് വിപണിക്ക് ഒരു ഉണർവായത്. ഓട്ടോ മേഖലയിലാകെ മഹീന്ദ്രയുടെ പ്രവർത്തന ഫലത്തിൻ്റെ ഉണർവുണ്ടായിരുന്നു. ഐഷർ മോട്ടോഴ്സിൻ്റെ പ്രവർത്തന ഫലം ഇതെല്ലാം മികച്ചതായതുകൊണ്ട് തന്നെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളുടെ ഒരു പിൻബലത്തിൽ വിപണിയുടെ നിക്ഷേപ താല്പര്യം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. വരും ദിവസങ്ങളിലും അത് നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപ താല്പര്യമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അനുകൂലമായി ഇടപെട്ടതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടായിരുന്നു. ആഗോള സാഹചര്യങ്ങളും വിപണിയെ സ്വാധീനിച്ചേക്കും. ആഗോള വിപണിയിലെ നീക്കങ്ങളും വിപണിയിൽ ഇനി നിർണായകമായിരിക്കും. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ ഭീമ ജ്വൽസ് ഹൈദരാബാദിലെ കൊണ്ടാപൂരിൽ പുതിയ ഷോറൂം തുറന്നു. നഗരത്തിലെ 5ാമത്തെ ഷോറൂമാണ് ഇത്. ചലച്ചിത്രതാരം സംയുക്തയാണ് ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഭീമ ജ്വൽസ് ചെയർമാൻ ബിന്ദു മാധവ്, ഡയറക്ടർ സരോജിനി ബിന്ദു മാധവ്, മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. MLA അരേകപുടി ഗാന്ധി, കോർപ്പറേറ്റർ ഷെയ്ഖ് അഹമ്മദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ബൊട്ടാണിക്കൽ ഗാർഡന്റെ എതിർവശത്തായാണ് പുതിയ ഷോറൂം. സ്വർണം, വജ്രം, വെള്ളി ആഭരണങ്ങളുടെ അതിവിശാലമായ ശ്രേണി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന നൈപുണ്യ വികസന പദ്ധതിയുമായി കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനാണ് കാറ്റലിസ്റ്റ് സ്കിൽ മിഷന് തുടക്കം കുറിച്ചത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, ഫിനാൻസ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളാണ് കാറ്റലിസ്റ്റ് നൽകുന്നത്. സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനുള്ള പരിശീലനവും കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉടനീളം 11 ക്യാമ്പസുകളിലായി 25,000-ഓളം വിദ്യാർത്ഥികളും 500-ലധികം അധ്യാപകരുമുള്ള വലിയ അക്കാദമിക് കമ്മ്യൂണിറ്റിയായി കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ വളർന്നു കഴിഞ്ഞുവെന്ന് CEO സൽമാൻ EV, CFO ഷംറാസ് എന്നിവർ പറഞ്ഞു. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരില്ല. കാരണം മിനിമം എല്ലാവരും SSLC ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ആണെന്നുണ്ട് എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊരു ജോബിലേക്ക് കയറുമ്പോൾ ഇവർക്ക് അതിന് എന്തില്ല, സ്കില്ലില്ല. ഒരു ഇത് മിനിമം പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഓണാക്കാൻ പോലും പറ്റാത്ത കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ
ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പോൾ അങ്ങനത്തെ 30ഓളം കോഴ്സുകൾ, വെറൈറ്റി ആയിട്ടുള്ള 30ഓളം കോഴ്സുകളുണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്കും ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടമുള്ള കോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, തിരഞ്ഞെടുത്തിട്ട് പഠിക്കാനും പറ്റും. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ആ ലെവലുള്ള ജോലി എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് നേടാനും പറ്റും. കാറ്റലിസ്റ്റ് നിങ്ങൾക്കറിയാം, CSCMA ഒക്കെ ഒരു വലിയൊരു റെവല്യൂഷൻസ് തീർത്തൊരു കമ്പനിയാണ്, എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് എന്ത് ചെയ്യുന്നത്, കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. കാരണം നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ഓരോ സെൻറ്ററിൽ ഞങ്ങൾക്ക് 11ഓളം ക്യാമ്പസുകളാണുള്ളത്. ആ 11ഓളം ക്യാമ്പസിൽ 300+ എന്ത് ചെയ്തിട്ടുണ്ട്, 250 to 300+ ലാബ് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ CSCMA പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു റെവല്യൂഷൻസ് തീർത്ത ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇത് ഞങ്ങളപ്പോൾ മീൻസ് ഇങ്ങനത്തെ ഒരു കമ്പനി, ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യും, ഈ പ്ലേസ്മെൻറ്റ്സ് എന്ത് ചെയ്യും, കൊടുക്കാൻ റെഡിയാവും. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ബെനിഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുട്ടികൾക്ക് ഉണ്ടാവും. കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാദിന വാർഷിക പരിപാടികൾ നടന്നു. 33ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൂജകൾക്ക് കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേതൃത്വം നൽകി. കോഴിക്കോട് അമൃതാനന്ദമയി മഠത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാദിന വാർഷിക പരിപാടികളോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, കറുക ഹോമം, നവഗ്രഹ ഹോമം എന്നിവ നടന്നു. കലശപൂജ, ദേവീപൂജ, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയും ഉണ്ടായിരുന്നു. ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യ, ബ്രഹ്മചാരി വിനായകാമൃത ചൈതന്യ, ബ്രഹ്മചാരി രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹോമങ്ങളും പൂജകളും നടന്നത്. ചടങ്ങുകൾക്ക് കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേതൃത്വം നൽകി. സമൂഹത്തിൻ്റെ ഒക്കെ നന്മയ്ക്കായിട്ടും ഐശ്വര്യവും അഭിവൃദ്ധിയെല്ലാം സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠാകർമ്മമാണ് അമ്മ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ശനി ദോഷ നിവാരണ പൂജയുണ്ട്. അമ്മയുടെ ബ്രഹ്മസ്ഥാനങ്ങളിൽ വളരെ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു പൂജ അതാണ്, എല്ലാ അമ്മ വരുന്ന സമയത്തു കൂടി. അത് അതിനോടൊപ്പം ഈ പരിപാടി നടക്കുന്നതിനോടൊപ്പം ഈ ശനിദോഷ നിവാരണ പൂജയോട് കൂടിയാണ് ഇതിൻ്റെ സമാപനം വരുന്നത്. വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനൊക്കെ വരുന്നുണ്ട്. ചാന്ദിനിയും കുമാരി സായി ലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിച്ച യശോദയും കൃഷ്ണനും എന്ന മോഹിനിയാട്ടവും അരങ്ങേറി. കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധുവിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. സുദർശന ഹോമം, ഭഗവതി സേവ, ശനിദോഷ നിവാരണ പൂജ, ഭജന, ആരതി എന്നിവയും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഫെബ്രുവരി 15 മുതൽ 22 വരെ പമ്പാ നദീ തീരത്ത് തയ്യാറാക്കിയ വിദ്യാധിരാജ നഗറിലാണ് പരിഷത്ത് അരങ്ങേറുന്നത്. പ്രമുഖ ആചാര്യന്മാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് 8 ദിവസങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ളത്. ചെറുകോൽപ്പുഴയിൽ പമ്പാ മണൽപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പന്തലും വേദിയും അലങ്കാരങ്ങളും ഒരുങ്ങുന്നത്. പമ്പാ നദിക്ക് കുറുകെ സമ്മേളന നഗരിയിലേക്കുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പമ്പാ തീരത്ത് അടിഞ്ഞുകൂടിയ മണ്ണും കാടും നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. മേജർ ഇറിഗേഷൻ്റെ വർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പോലെ തന്നെ ഈ വർഷവും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെ കാടുകൾ തെളിക്കുകയും നദിയുടെ തീരം വൃത്തിയാക്കുകയൊക്കെ ചെയ്തതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പന്തലിൻ്റെ നിർമ്മാണം തന്നെ ഏതാണ്ട് പൂർണ്ണഘട്ടത്തിലെത്തിയിരിക്കുന്നതാണ്. ഇനിയിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കറക്ഷൻസുകളൊക്കെ വരുത്തിയാൽ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും നമ്മുടെ ചെറുകോൽ കരയിൽ നിന്നും അയിരൂർ കരയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താൽക്കാലിക പാലം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നതാണ്. ഫെബ്രുവരി 15 രാവിലെ കൊല്ലം പത്മന ആശ്രമത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയും പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും എഴുമറ്റൂർ ശ്രീ പരമ ഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും സമന്വയിച്ച് സമ്മേളന നഗരിയായ ശ്രീ വിദ്യാധിരാജ നഗറിലെത്തും. ശേഷം ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ പതാക ഉയർത്തും. വൈകിട്ട് 3:45 തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ ധർമാചാര്യ സഭ, പരിസ്ഥിതി കാർഷിക സമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം,
സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം, ബാലമഹാസമ്മേളനം എന്നിവ നടക്കും. ഒപ്പം രാമായണ സമീക്ഷകൾ, നാരായണീയ പാരായണം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയാൽ സമ്മേളന നഗർ ഭക്തിസാന്ദ്രമാകും. ഫെബ്രുവരി 22-ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 മണിക്ക് പമ്പാ നദിയിൽ നടക്കുന്ന മഹാ ആരതിയോടെ 8 ദിവസത്തെ പരിഷത്തിന് സമാപനമാകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നമീബിയയെ നേരിടും. വിജയ തുടർച്ച തേടിയാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. നമീബിയ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സിനോട് 7 വിക്കറ്റിന് തോറ്റിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഓപ്പണർ അഭിഷേക് ശർമ്മ ഇന്ന് കളിച്ചേക്കില്ല. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് ടീമിലെത്തിയേക്കും. പേസ് ബോളർ ജസ്പ്രീത് ബുംറയും ഇന്ന് കളിക്കാൻ സാധ്യത കുറവാണ്. 2011 ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് സമ്മാനിച്ച കോച്ച് ഗാരി കൃഷ്ണനാണ് നിലവിൽ നമീബിയയുടെ പരിശീലകൻ. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7 മുതലാണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ.